ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പോസ്റ്ററിന്റെ മേക്കിംഗ് ആണ്. ഈ ഒരു പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കാം, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടൂൾസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് ഫുള്ള്, അതായത് നമുക്ക് ഫോട്ടോഷോപ്പ് എടുക്കുമ്പോൾ ഉള്ള എല്ലാ ടൂൾസും ഞാൻ പറഞ്ഞു തുടങ്ങുന്നില്ല. കാരണം കുറേ ടൂൾസ് ഉണ്ട്, അത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല എന്ന് തോന്നി. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു പോസ്റ്ററിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് മാത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഫോട്ടോഷോപ്പ്, ഇത് 2020 വേർഷനാണ് എൻ്റെ അടുത്തുള്ളത്. സോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും. നമ്മൾ റീസെൻ്റ് ആയിട്ട് ചെയ്ത വർക്കുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. പിന്നെ ഈ ക്രിയേറ്റ് ന്യൂ കൊടുത്തിട്ടാണ് നമ്മൾ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളിപ്പോൾ ഒരു ഉണ്ടാക്കാൻ പോകുന്ന പോസ്റ്ററിൻ്റെ സൈസ് കാര്യങ്ങൾ ഒക്കെ അനുസരിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ കൊടുക്കാം. പിക്സലിൻ്റെ സൈസിൽ കൊടുക്കാം, ഇഞ്ചസിൽ കൊടുക്കാം, സെൻറ്റിമീറ്ററിൽ കൊടുക്കാം, മില്ലിമീറ്ററിൽ കൊടുക്കാം, അങ്ങനെ കുറേ ഇതിൽ കൊടുക്കാം. അപ്പം ഇന്ന് നമ്മൾ ഒരു HD റേഷ്യോയിലുള്ള ഒരു പോസ്റ്ററാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1080 ഇൻറ്റു 1350 ആണ്. 1080 വിഡ്ത്തും 1350 ഹൈറ്റും, ഒരു പോർട്രേറ്റ് പോസ്റ്റർ. സോ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഫയൽ ക്രിയേറ്റ് ന്യൂ കൊടുത്തതിന് ശേഷം പോസ്റ്ററിൽ പോയിട്ട്, അതായത് പോസ്റ്ററിൻ്റെ റേഷ്യോ സെറ്റ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സംഭവം ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഫയലിൽ പോയിട്ട് ഓപ്പൺ അല്ലെങ്കിൽ Ctrl+Open കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഇമേജ് നമുക്ക് ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ യൂസ് ചെയ്യുന്നത്. സോ അത് യൂസ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ അഭിഷേക്, ഇതിന്റെ അസറ്റ്സും PSD കൊടുക്കൂലേ? കൊടുക്കാം. ഓക്കെ, ഇപ്പൊ എന്തായാലും ചെയ്ത് നോക്കുന്നില്ലല്ലോ, ഒപ്പം ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒപ്പം പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് ഇട്ടേക്കാം. ജസ്റ്റ് ഒന്ന് സിപ്പാക്കി ഇട്ടേക്ക്, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അല്ല, നിനക്ക് ഗ്രൂപ്പിൽ ഡയറക്റ്റ്ലി ഇട്ടോ? നീ ഇട്ടോ? ഇപ്പൊ തന്നെ ഇടണോ? ഇട്ടേക്കാം, അത് ഒത്തിരി ടൈം എടുക്കില്ലെങ്കിൽ പെട്ടെന്ന് ഇട്ടോ, കുഴപ്പമില്ല. എന്നാ ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ ഇട്ടേക്കാം. ഒന്ന് ഷെയർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടേ. ഓക്കെ ഓക്കെ. ഞാൻ നിനക്ക് വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട് ഗൗതമേ. ഓക്കെ ഓക്കെ, ശരി, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, ഇപ്പൊ വിസിബിൾ അല്ലേ? വിസിബിൾ ആണോ ഗൗതമേ? ഓക്കെ, സോ നമ്മളിപ്പോ ഈ ഒരു കാറിന്റെ ഇമേജ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ്. സോ നമ്മൾ കാറിന്റെ ഇമേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. സോ ഇതിലിപ്പോ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ നേരത്തെ ചെയ്ത ആ പോസ്റ്ററിന്റെ കാണാൻ പറ്റുന്നില്ലേ? സ്ക്രീൻ ഷെയറിംഗ് എന്ന് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യോ? ശരി, കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഈ ഒരു പോസ്റ്ററിൽ കാറിന്റെ കളറ് കാര്യങ്ങളൊക്കെ അറിയാണ്. സോ ഫസ്റ്റ് നമ്മൾ ഈ ഇമേജിൽ നിന്ന്
ഓവറോൾ ഇമേജിൽ നിന്ന് നമ്മൾ കാറിനെ മാത്രം നമുക്ക് സെലക്ട് ചെയ്തെടുക്കണം. സോ സെലക്ട് ചെയ്യാൻ നമുക്ക് കുറേ ടൂൾ ഉണ്ട്. ഇപ്പോൾ ഇത് ഒരു സെലക്ഷൻ ടൂളാണ്, റെക്ടാങ്കിൾ സെലക്ഷൻ ടൂള്. പിന്നെ ഈ ഇത് വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, ലേസോ ടൂൾ വെച്ചിട്ട്. പിന്നെ ക്വിക്ക് സെലക്ഷൻ വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കുറേ സെലക്ഷൻ ടൂൾസ് ഉണ്ട്. സോ നമുക്ക് എങ്ങനത്തെ റിസൾട്ട് വേണം എന്ന ബേസിലാണ് നമ്മൾ ടൂൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊരു ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ സംഭവമായിട്ടാണ് എനിക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ടൂൾ യൂസ് ചെയ്താൽ മതി. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. കുറച്ചും കൂടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ലേസോ ടൂൾ ഉപയോഗിച്ചാൽ മതി. ക്വിക്ക് സെലക്ഷൻ ആകുമ്പോൾ അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തൊരു ഇമേജ് പെട്ടെന്ന് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഇമേജസിനൊക്കെ നമുക്ക് ക്വിക്ക് സെലക്ഷൻസ് യൂസ് ചെയ്താൽ മതി. സോ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് അത്ര ക്ലീൻ അല്ലാത്തതുകൊണ്ടും നമുക്ക് കുറച്ച് മാനുവലി വർക്ക് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ളതും കുറച്ചും കൂടെ നല്ല വൃത്തിക്ക് റിസൾട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ പെൻ ടൂൾ. സോ നമ്മളവിടെ പെൻ ടൂൾ വെച്ചിട്ടാണ് ഈ ഒബ്ജക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. പെൻ ടൂൾ വെച്ചിട്ട് നമുക്ക് ഫുള്ള് ഒന്ന് കറക്റ്റായിട്ട് നമ്മൾ എഡ്ജൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ചെറിയ രീതിക്ക് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇഷ്യൂ ഇല്ല, കാരണം നമ്മൾ പോസ്റ്റർ എന്ന് പറയുമ്പോൾ ചെറിയ മിസ്റ്റേക്സ് ഒന്നും അങ്ങനെ ആരും കാണില്ല. മാക്സിമം നമ്മൾ ചെയ്യുന്നത് വൃത്തിക്ക് ചെയ്യാൻ നോക്കുക. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിക്ക് കിട്ടാൽ മതി. ഇപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ കാറിൻ്റെ ഒരു ഓവറോൾ ഔട്ട്ലൈൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മേക്ക് സെലക്ഷൻ കൊടുക്കുക. എന്നിട്ട് ഒരു ഫെദർ 0.5 ഞാൻ തൽക്കാലത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓവറോൾ കാറിൻ്റെ ഒരു സെലക്ഷൻ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. എന്നിട്ട് ഇതിനെ കോപ്പി ചെയ്യുക. നമുക്ക് ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ കോപ്പി ചെയ്യാൻ Ctrl+C ഞെക്കിയാൽ മതി. എന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഫയലിലാണ് നമ്മൾ ഫുൾ പോസ്റ്റർ ചെയ്യാൻ പോകുന്നത്, ഈ ബ്ലാങ്ക് പേജിൽ. സോ Ctrl+V ഞെക്കി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ കാർ ഒന്ന് പേസ്റ്റ് ആവും. ഓക്കെ, സോ ഇനി നമുക്ക് ഈ പോസ്റ്റർ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും താഴത്തെ ഏരിയ കുറച്ച് ഡാർക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൊതുവെ ഗ്രേഡിയൻ ടൂൾ വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിപ്പോൾ ഇവിടെ വരച്ചു കൊടുക്കുമ്പോൾ വരേണ്ടതാണ്. ഓക്കെ, ഗ്രേഡിയൻ ടൂൾ വെച്ചിട്ടാണ് പൊതുവെ ഇത് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്രഷ് ടൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഗ്രേഡിയൻ ടൂൾ വന്നില്ല, എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഓക്കെ, സോ ബ്രഷ് ടൂൾ വെച്ചിട്ട് നമുക്ക് ഒരു താഴെ ഒരു ബ്ലാക്ക് സംഭവം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതൊരു ലെയർ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ കാറിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് ലെയറിൻ്റെയും നടുക്കൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കണ്ടില്ലേ പ്ലസ് ഐക്കൺ, ഇത് വെച്ചിട്ടാണ് നമ്മൾ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുതിയതായിട്ട് ഒരു ലെയർ വന്നു. അപ്പോൾ ആ ഒരു ലെയറിലാണ് ആ ഗ്രേഡ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഹൊറിസോണ്ടലി മൗസ് ഒന്ന് മൂവ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ഇത് ഭയങ്കര ഹാർഷായിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ഹാർഷായിട്ടുണ്ട്, ഭയങ്കര ഡാർക്കായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ റീസൈസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫീൽ കൊണ്ടുവരാം. അപ്പോൾ റീസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് Ctrl+T ഞെക്കിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റീസൈസ് ചെയ്യാൻ പറ്റും. ഷിഫ്റ്റ് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. അല്ലാത്ത വശം ഇങ്ങനെ ഇതേ സൈസിൽ തന്നെ ആയിരിക്കും വലുതാവുകയും ചെറുതാവുകയും ചെയ്യാം. നമുക്ക്
ഇത് നമുക്ക് ഷിഫ്റ്റ് ഞെക്കിയിട്ട് ഒന്നിങ്ങനെ മുകളിലോട്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സ്ട്രെച്ച് ആവും. ഓക്കെ, ഏകദേശം ഇത് ഓക്കെയാണ്. പിന്നെ ഇതിൽ ഇന്നർ റേഷ്യോ അങ്ങനെയുള്ള സംഭവങ്ങളെക്കാളും നമുക്ക് പ്ലീസിങ് ആയിട്ടുള്ള ഒരു ലുക്ക് വരുന്ന വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതായിരിക്കും നല്ലത് ഒരു പോസ്റ്റർ ഡിസൈൻ ഒക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ നമ്മളൊരു ബ്ലാക്ക് സംഭവം കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൽ ഇപ്പോൾ കാറിൻ്റെ കളർ വേറെയാണ്. സോ ഇതിപ്പോൾ ഒരു ഈ കളർ നമുക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു കളറാണ്. അപ്പോൾ അല്ലാത്ത കളറാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കളർ ചൂസ് ചെയ്തത്. സോ ഇപ്പോൾ അതിലുള്ള പോലെ തന്നെ നമുക്ക് റെഡ് ആക്കാം. സോ അതിന് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാറിൻ്റെ ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പോകണം. സോ Ctrl+J ഞെക്കി കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആവും. ഇനി നമുക്ക് ഇമേജസിൽ പോവുക, അഡ്ജസ്റ്റ്മെന്റ്സ് എടുക്കുക, അതിൽ ഗ്രേഡിയൻ മാപ്പ് എടുക്കുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇമേജ് ഇപ്പോൾ ഞാനിവിടെ ബ്ലാക്കും വൈറ്റും ഉള്ളതുകൊണ്ട് നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് പോലെ കിട്ടുന്നതാണ്. ഇപ്പോൾ റെഡ് ആക്കാൻ വേണ്ടിയിട്ട് ഈ വൈറ്റിൽ ഈ ബ്ലാക്കും വൈറ്റിൽ ഞാൻ റെഡ് ഇവിടെ വൈറ്റ് മാറ്റിയിട്ട് റെഡ് ആക്കാൻ പോകണം. പക്ഷെ ഇത് ഭയങ്കര ഒരു ഒറിജിനാലിറ്റി ഇല്ല, ഒരുമാതിരി റെഡ് ആക്കിയ പോലെ ഇല്ലേ, ജസ്റ്റ് നമ്മൾ വെറുതെ എന്തോ പെയിന്റ് അടിച്ച പോലെ ഉള്ളത്. ഒറിജിനാലിറ്റിക്ക് വേണ്ടി നമുക്ക് കുറച്ച് ഹൈലൈറ്റ്സിന്റെ ഏരിയ വൈറ്റ് ആയിട്ട് തന്നെ വെക്കാം. ഹൈലൈറ്റ്സിന്റെ ഏരിയ നമുക്ക് വൈറ്റ് ആയിട്ട് തന്നെ വെക്കുമ്പോൾ കുറച്ചുകൂടെ ഒറിജിനാലിറ്റി ഉണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഹെഡ്ലൈറ്റിന്റെ ഏരിയ ആയാലും ഈ വീലിന്റെ ഏരിയ ആയാലും ഈ ഭാഗമൊക്കെ കണ്ടാൽ നമുക്ക് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. സോ അത് നമുക്ക് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് നമ്മൾക്ക് ഓക്കെ കൊടുക്കാം. എന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്കിവിടെ മാസ്ക് ചെയ്യാം. അതായത് മാസ്കിങ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ ഇതിനെ കട്ട് ചെയ്യാൻ പോകണം കുറച്ച് ഭാഗങ്ങൾ. എന്നിട്ട് പഴയ ഈ ഫോട്ടോയിലുള്ള ഈ ഹെഡ്ലൈറ്റിന്റെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഫോട്ടോ നിന്ന് എടുക്കാനും പോകണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് മേലത്തെ ലെയർ സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം ഈ മാസ്കിങ് ഈ ഒരു സംഭവമാണ് മാസ്ക്, ആഡ് ലെയർ മാസ്ക്. അത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ലെയർ മാസ്ക് ഈ സംഭവം ക്ലിക്ക് ചെയ്യണം. ഒരിക്കൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ക്ലിക്ക് ചെയ്യണം, അത് മറക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇതിന്റെ മണ്ടയിലായിരിക്കും നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇത് മാസ്കിങ് അല്ല, ഇത് നമ്മുടെ ഒബ്ജക്റ്റിന്റെ മണ്ടയിലാണ് വരുന്നത്. സോ ഈ ഒരു സംഭവം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് വേണം നമുക്ക് വരച്ചു കൊടുക്കാൻ. സോ ഫസ്റ്റ് നമുക്ക് ഈ ഹെഡ്ലൈറ്റ് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഹെഡ്ലൈറ്റിന്റെ അവിടെ ഒന്ന് സൂം ആക്കുക. ഓക്കെ, ഫസ്റ്റ് ഈ ബ്ലാക്ക് അത് പറയാൻ വിട്ടുപോയി. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് ഈ വൈറ്റ് മാസ്കിൽ വരയ്ക്കുമ്പോൾ അത് എറേസ് ആവും. വൈറ്റ് വെച്ച് പിന്നെ നമുക്ക് റീടൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് വൈറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ വൈറ്റ് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, സോ ബ്ലാക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് ബ്രഷ് ടൂൾ എടുത്തിട്ട് വരച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഈ സോഫ്റ്റ് ബ്രഷിൽ നിന്ന് ഈ ഹാർഡ് റൗണ്ടിലോട്ട് ആക്കാൻ കാരണം സോഫ്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ ഇതുപോലെയൊക്കെ വരച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ അത്ര എളുപ്പമല്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹാർഡ് ടൂൾ എടുത്തത്, ഹാർഡ് ബ്രഷ്. അതേപോലെ ഈ ഹെഡ്ലൈറ്റും ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതേപോലെ ഈ ടയറിന്റെ ഭാഗം ഇത് ഇപ്പൊ ഞാന് ഫുള്ള് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും. അപ്പൊ ഞാൻ ഇതേ സംഭവം തന്നെ ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ സംഭവം. ഞാൻ ഈ സെയിം പ്രോസസ്സാണ് ഞാൻ ചെയ്തതിൽ. കാറില് ഫുള്ള് മറ്റേ ലെയറിന്റെ ഈ ലൈറ്റിന്റെ ഭാഗങ്ങളൊക്കെ മാറ്റി, പിന്നെ ഈ ടയറിന്റെ ഭാഗങ്ങളൊക്കെ മാസ്ക് ചെയ്ത് കളഞ്ഞ്, പിന്നെ ഇവിടെ കുറച്ച് വിൻഡോസിന്റെയും അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡൊക്കെ ഞാൻ കുറച്ച് ബ്ലാക്ക് ആക്കി. അതെങ്ങനെ ആക്കണം നമുക്ക് നോക്കാം. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ഈ ലെയർ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ അങ്ങനെ വിടുകയാണ്. എന്നിട്ട് നമുക്ക് അതൊക്കെ ഈ പ്രോസസ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലെയർ എടുത്തിട്ട് ഈ പോസ്റ്റർ ഓവറോൾ ചെയ്യാം. ഓക്കെ, സോ
ഫസ്റ്റ് നമുക്ക് പെൻ ടൂൾ തന്നെ എടുത്തിട്ട് അതിനു മുമ്പായിട്ട് ഇപ്പൊ ഞാനിത് ഈ ഒരു വർക്ക് ഫിനിഷ് ആക്കി എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഫിനിഷായി. ഇപ്പോൾ ഞാൻ മാസ്ക് ഒക്കെ എനിക്ക് സെറ്റാണ്. അപ്പോൾ ഞാൻ അപ്ലൈ മാസ്ക് കൊടുത്തു. എന്നതിന് ശേഷം ഇത് രണ്ട് ഞാൻ മെർജ് ചെയ്യാൻ പോകണം. അപ്പോൾ എനിക്ക് ഒറ്റ ഇമേജ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മെർജ് ചെയ്യണമെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ഞെക്കിയിട്ട് ഈ രണ്ട് ലെയറും കൂടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് കൺട്രോൾ ഇ, ജസ്റ്റ് കൺട്രോൾ ഇ ഞെക്കി കഴിഞ്ഞാൽ ഇത് രണ്ടും ഒറ്റ ഇമേജ് ആവും. കണ്ടില്ലേ? സോ ഇനിയിപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ ആ മിററിന്റെ ഭാഗങ്ങളൊക്കെ ബ്ലാക്ക് ആക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് നമുക്ക് വേണ്ട ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതൊക്കെയാണ്. അതേപോലെ ഈ സൈഡിലുള്ള സംഭവങ്ങൾ, ഇൻഡോന്റെ ഏരിയ, ഇത് സെലക്ട് ചെയ്യുക. സോ ഇതിനൊക്കെ നമുക്ക് പെൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ക്വിക്ക് സെലക്ഷന് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മേക്ക് സെലക്ഷൻ കൊടുക്കുക. ഫെദറും ഇതിന് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കൺട്രോൾ സി ഇവിടെ തന്നെ ഞാൻ പേസ്റ്റ് ചെയ്യാൻ പോകണം, കൺട്രോൾ വി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലാണ് ഇനി നമ്മൾ ബാക്കി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റിൽ പോവുക. ഫസ്റ്റ് ഹ്യൂ സാച്ചുറേഷനിൽ പോവുക. നമുക്ക് ഫസ്റ്റ് ഇതിനെ ഈ റെഡിൽ നിന്ന് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി കഴിഞ്ഞാൽ അത്രയും ഒറിജിനാലിറ്റി ഉണ്ടാവും. എന്നിട്ട് ലൈറ്റ്നെസ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നേരത്തെ സംഭവം പോലെ തന്നെയായി, ഇതുപോലെ. എന്നിട്ട് നമുക്ക് വേറെ ഇതില് നമുക്ക് ഇവിടെ ഷാഡോസ് ഉണ്ട്. സോ അതേപോലെ നമുക്ക് ഷാഡോസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇത് ബ്രഷ് എടുക്കുക, ബ്ലാക്ക് സെലക്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക തന്നെയാണ്. മാനുവലി നമ്മൾ ചെയ്യണം. ഇതല്ലാതെ കുറെ മെത്തേഡ് ഉണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഈ ഓരോ ഒബ്ജക്റ്റിനും ഓരോ ഇമേജ് അനുസരിച്ച് ഓരോ പ്രോസസ്സിൽ വേരിയേഷൻസ് ഉണ്ടാവും. സോ ഇവിടേക്ക് നമുക്ക് കുറച്ചുകൂടെ നല്ലത് മാനുവലി വരച്ചു കൊടുക്കുന്നത് തന്നെയാണ്. നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. പിന്നെ ഈ വീലിൻ്റെ അവിടെ എപ്പോഴും ഫ്ലാറ്റ് ആയിരിക്കണം നമ്മുടെ ഷാഡോ, അതായത് നമ്മുടെ സർഫസിൽ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യിപ്പിക്കാൻ. ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒട്ടും റിയലിസ്റ്റിക് ആയിട്ടില്ല. സോ അതിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് വീണ്ടും ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ റാൻഡം ആയിട്ട് ഒരു സ്പോട്ടിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഇട്ടതിന് ശേഷം കൺട്രോൾ ടി റീസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഷിഫ്റ്റ് ഞെക്കിയിട്ട് ഹൊറിസോണ്ടലി സ്ട്രെച്ച് ചെയ്യാം. ഹൊറിസോണ്ടലി സ്ട്രെച്ച് ചെയ്തിട്ട് ഒരു സെക്കൻഡ് ഒന്ന് മ്യൂട്ട് ആക്കുന്നുണ്ടേ. സോറി ഗൈസ്, കുറച്ച് ശല്യങ്ങൾ വന്നുപോയി. ഇല്ല ശല്യമില്ല. ഓക്കെ, അപ്പൊ നമ്മള് ഷാഡോ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ കുറച്ച് ഫ്ലാറ്റ് ആക്കിയിട്ട് സ്ട്രെച്ച് ചെയ്ത് ഫ്ലാറ്റ് ആക്കിയിട്ട് നമ്മൾ ഈ വീലിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഷാഡോ ആണ്. അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, എന്നിട്ട് ബാക്കിത്തെ വീല് കൊണ്ടുപോയി വെക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഇതുപോലത്തെ ഒരു ഇമേജ് ആണ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വരിക. പ്രോപ്പറായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ മാസ്ക് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ. അപ്പോൾ ഈ ഒരു ഇതിലോട്ട് ഞാൻ
മറ്റേ ഇമേജ് തന്നെ ഞാൻ എടുത്തു കൊണ്ടുവരാം. അപ്പോൾ ഈ ഇമേജ് കൺട്രോൾ ഫുള്ള് സെലക്ട് ചെയ്തു, Ctrl+C Ctrl+V. നമ്മൾ ആ ഒരു ഇമേജ് ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് അടുത്ത പരിപാടി, നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ടെക്സ്റ്റ് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ഈ പോസ്റ്ററിലുള്ള പോലെ ഇത് പോർഷെ 911 ആയതുകൊണ്ട് നമുക്ക് ആ ഒരു സംഭവം ഇവിടെ നമ്മൾ ബാക്കിൽ കൊടുക്കാൻ പോകും. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഫോണ്ട് ചൂസ് ചെയ്യാം. നമുക്ക് പോസ്റ്ററിന് ആപ്റ്റ് ആയിട്ടുള്ള ഫോണ്ട് ഏതാണോ അത് നോക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. 911. ഇത് ഇപ്പൊ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ റീസൈസ് ചെയ്യുമ്പോൾ പിന്നെ ഇതിന്റെ കളർ മാറ്റണമെങ്കിൽ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ കളറിന്റെ സംഭവമുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് ഏത് കളറാണ് വേണ്ടത് അതൊന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇത് ഏകദേശം മാച്ച് ആവുന്നുണ്ട്. എന്നിട്ട് ഓക്കെ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ടെക്സ്റ്റ് ഫയലും ഈ നമ്മുടെ ഒബ്ജക്റ്റും ഉണ്ടല്ലോ, ഇത് രണ്ടും അത്ര സെപ്പറേറ്റഡ് അല്ല. അതൊരുമാതിരി നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്നുണ്ട്. കുറച്ച് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെയും ഈ ഒബ്ജക്റ്റിൻ്റെയും നടുക്കൊരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഇതുവരെ ഉള്ളതൊക്കെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കെ അല്ലടാ? ഓക്കെ ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടിനും നടുക്ക് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റ് ജസ്റ്റ് ബ്രഷ് എടുത്തിട്ട് വൈറ്റ് കളർ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു സെപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഓവറോൾ ലുക്ക് ഏകദേശം ഇപ്പം തന്നെ നമുക്ക് ഈ പോസ്റ്ററിൻ്റെ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഈ പോസ്റ്ററിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഈ താഴ്ഭാഗത്ത് ആ പോർഷെ കാറിൻ്റെ താഴെയുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേ സംഭവത്തിന് തന്നെ നമ്മൾ ഇതേ ഇമേജിനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് എന്നിട്ട് ഈ ഒരു ഷാഡോൻ്റെ നമ്മൾ താഴെ കൊടുത്ത ആ ബ്ലാക്കിൽ ആ ലെയറിൻ്റെ അടുത്തോട്ട് ഇതിനെ ഡ്രാഗ് ചെയ്തിടുക. എന്നിട്ട് നമുക്ക് വേണ്ട സൈസിലോട്ടൊന്ന് ജസ്റ്റ് റീസൈസ് ചെയ്യുക. Ctrl+T ഞെക്കിയിട്ട് നമുക്ക് വേണ്ട ഇതിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പം എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഫുള്ളായിട്ടല്ല വേണ്ട, പ്ലസ് നമുക്ക് ഇതിനെ ഗ്രേ സ്കെയിലോട്ട് ആക്കണം. അപ്പോൾ ഇതിനാദ്യം ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഗ്രേഡിയന്റ് മാപ്പ് എടുക്കുക. ഇത് ഇൻവേർട്ട് ആയിപ്പോയി. അപ്പോൾ ഇവിടെ കറക്റ്റ് നമുക്ക് കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സംഭവം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു ഓവർലേ അല്ലെങ്കിൽ നമുക്ക് ഏതാണോ കറക്റ്റായിട്ട് തോന്നുന്നത് അത് നമുക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോഫ്റ്റ് ലൈറ്റ് വലിയ വിഷയമില്ല. നമുക്ക് ബ്ലെൻഡ് മോഡ് സോഫ്റ്റ് ലൈറ്റ് വെച്ചിട്ട് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല എന്ന് ആരോ പറയുന്നു. കാണാൻ പറ്റുന്നില്ലേ? ഉണ്ടല്ലോ. റിഫ്രഷ് ഒന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ജസ്റ്റ് ഒന്ന് മീറ്റിൽ കയറിയിട്ട് ഇറങ്ങിയാൽ മതി. അത് ഇവിടെ വർക്ക് ആവുന്നുണ്ട്. അതാണ് കാണാൻ പറ്റാത്തവരൊന്ന് മീറ്റിലൊന്ന് ലോഡ് ചെയ്ത്. ഓക്കെ, ശരിയായിരുന്നു. ഓക്കെ, കാർത്തിക്കിലേക്ക് അടിച്ചു. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു കാറിന്റെ ഈ സംഭവം നമ്മൾ ബാക്കിൽ കൊണ്ടുവന്നു. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് എറേസ് ചെയ്ത് കളയാം. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ മാസ്ക് എടുക്കുക, എന്നിട്ട് ബ്ലാക്ക് വെച്ചിട്ട് നമുക്ക് ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് അങ്ങനൊന്ന് അരച്ചു കഴിഞ്ഞാൽ താഴെ മാത്രം അത് കുറച്ച് സെലക്ട് ആയി. ഇനി നമുക്ക് കുറച്ച് ഒന്ന് വലുതാക്കി കൊടുക്കാം. അപ്പൊ ഈ മാസ്കിൽ നിന്ന് ഞാൻ ഡീലിങ്ക് ചെയ്യണം. അപ്പോൾ മാസ്കിൽ നിന്ന് ലിങ്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഇമേജ്
എത്ര തന്നെ വലുതാക്കിയാലും ആ മാസ്ക് അവിടെ തന്നെ ഉണ്ടാവും. ഒന്ന് മാസ്കിൽ നിന്ന് ഡീലിംഗ് ചെയ്തിട്ട് ഏകദേശം ഒന്ന് കറക്റ്റായിട്ട് വേണ്ട ഒരു ഏതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു രസം തോന്നുന്ന ആ ഒരു സ്കീമിലേക്ക് വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിന്റെ ഒപ്പാസിറ്റി, ഓവറോൾ ഒപ്പാസിറ്റി ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറച്ചു കൊടുക്കും. ഓക്കെ, ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ, ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒരു ഇന്ന ടെംപ്ലേറ്റ്, ഇന്ന പ്രൊസീജിയർ ഒന്നുമില്ല. നമുക്ക് കാണാൻ സുഖം ഏതാണോ തോന്നുന്നത് അതുവരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം. ഓക്കെ, ഇപ്പോ ഇനി എന്താ ഈ ഒരു ഇമേജ്, ഈ പോസ്റ്റർ നോക്കുമ്പോൾ പോർഷെ എന്ന് എഴുതിയിട്ടുള്ളത്, പിന്നെ ഈ ലോഗോസ് ഇങ്ങനെ പറന്ന് നിൽക്കുന്ന പോലത്തെ. അപ്പൊ നമുക്ക് പോർഷെ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഈ വൈറ്റിന്റെ അണ്ടയിലോട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വിസിബിൾ ആയിരിക്കില്ല. ഈ ലെയറിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാം. മറ്റേ പോസ്റ്ററിലുള്ള പോലെ തന്നെ നമുക്ക് ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് റീസൈസ് ചെയ്ത് വേണ്ട പോലെ കറക്റ്റായിട്ട് വെക്കുക. സെൻട്രലാക്കിയിട്ട് തന്നെ അലൈൻ ചെയ്യാൻ നോക്കാം മാക്സിമം. ഓക്കെ, ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആ ലോഗോ ഫ്ലൈ ചെയ്യുന്ന പോലത്തെ സംഭവം നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫയൽ ഓപ്പൺ, എന്നിട്ട് ഈ ലോഗോ നമ്മൾ ഡൗൺലോഡ് ചെയ്തതാണ് ഞാൻ. ഇതിൻ്റെ ഇതൊക്കെ നമുക്ക് ഞാൻ ഗൗതത്തിന് അയച്ചിട്ടുണ്ട്. ഗൗതം നിങ്ങൾക്ക് അയച്ചു തരും ഇതിൻ്റെ അസറ്റ്സ് ഒക്കെ. സോ ഈ ഒരു വൈറ്റ് ഇതിൽ നിന്ന് നമുക്ക് ലോഗോനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ഈ എറേസ് ടൂൾ വെച്ചിട്ട് നമുക്ക് മാജിക് എറേസ് ടൂൾ സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എറേസ് ടൂൾ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് എറേസ് ടൂൾ ഉണ്ട്, മാജിക് എറേസർ ടൂൾ ഉണ്ട്. സോ ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഒബ്ജക്റ്റിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. സോ നമുക്ക് കുറേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ എറേസ് ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഒറ്റ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടി. ഇനി ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മുടെ പോസ്റ്ററിലോട്ട് കൊണ്ടുവന്ന് ഇടാൻ പോകണം. ഇടുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. അതിനെ കൺട്രോൾ ടി ഞെക്കിയിട്ട് നമ്മളൊന്ന് റീസൈസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ളത്, സ്ട്രെയിറ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ട് ഉള്ള കാരണം നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിലൊക്കെ കാണും, ഈ ഒരു ഇമേജ് കാണുമ്പോൾ ഈ ലോഗോ ഒക്കെ കുറച്ച് എന്താ പറയുക, ഫ്ലാറ്റ് അല്ല, കുറച്ച് റീസൈസ് ചെയ്ത് തന്നെ നമുക്ക് മനസ്സിലായില്ലേ സംഭവം. ഒരു എറിഞ്ഞ പോലെയുള്ളൂ ലോഗോ, പറക്കുന്ന പോലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ റീസൈസ് ചെയ്ത്, ഞാൻ എൻ്റർ ഞെക്കാൻ മറന്നു, അതുകൊണ്ടാണ് അപ്പോൾ ഒന്നുകൂടെ ചെയ്യുന്നത്. റീസൈസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു എഡ്ജ് കൺട്രോൾ ഷിഫ്റ്റ് നോക്കിയിട്ട് നമുക്കിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആവും. ഒരു 2D പ്ലേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്കീം പോലെ ആവും. ചേട്ടാ അതെങ്ങനെയായിരുന്നു? കൺട്രോൾ ഞെക്കിയിട്ട് ഏതെങ്കിലും ഒരു എഡ്ജിൽ ഒന്ന് പിടിച്ച് അരച്ചു കൊടുത്താൽ മതിയാ. കൺട്രോൾ ഞെക്കുക, എന്നിട്ട് ഫസ്റ്റ് നീ റീസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ടി ഞെക്കുക, എന്നിട്ട് കൺട്രോൾ ഞെക്കിയിട്ട് നീ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് വേണ്ട അവിടെ ഈ സംഭവങ്ങൾ പ്ലേസ് ചെയ്യാം വേണ്ട പോലെ. ആ ഇമേജിലുള്ള പോലെ തന്നെ നമുക്ക് ഒത്തിരി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡഡ് ആയി പോകും. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ പ്ലേസ് ചെയ്താൽ മതി. പിന്നെ ഇതിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, വീണ്ടും എവിടെയെങ്കിലും ഒന്ന് റീസൈസ് ചെയ്തിട്ട് ഒന്ന് വെക്കുക. ആ പോസ്റ്ററിലുള്ള പോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏകദേശം അതേ പൊസിഷൻ നോക്കുന്നത്. പിന്നെ ഒന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ കാറിന്റെ പുറകിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ താഴത്തോട്ടാക്കിയത്. ഇപ്പോൾ വേണമെങ്കിൽ ഇതിന്റെ മണ്ടയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ കാറിന് മൊത്തത്തിലൊരു 3D ലുക്ക് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലും. ഇനി ഇതിലോട്ട് നമുക്ക് ഡെപ്ത് എഫക്റ്റ് കൊണ്ടുവരുമ്പോഴാണ് ആ ബ്ലറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. സോ അത് ഞാൻ പറഞ്ഞുതരാം. കാറിന്റെ പുറകെ ഒന്ന് ഇനി ഒന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് എന്നിട്ട് ഇവിടെ കുറച്ച് വലുതാക്കി വെക്കാം. എന്നിട്ട്
ഈ കുറച്ച് ഏകദേശം ഒന്ന് പകുതിയൊക്കെ കാണുന്ന സ്കീമിലാക്കിയിട്ട് ക്ലാരിറ്റി ഒന്ന് വിശാക്കണം. നമ്മൾ എന്തായാലും അതൊക്കെ ബ്ലർ ചെയ്യാൻ പോകും. ഇനി ഓരോ ലെയർ നമുക്ക് ബ്ലർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഈ ഏറ്റവും മണ്ടയിലുള്ള പോർഷയുടെ ലോഗോ, ഫിൽറ്ററിൽ പോവാ, ബ്ലറിൽ പോവാ. കുറേ നമുക്ക് ബ്ലർ ടൈപ്പ് ഉണ്ട്. നമുക്കിവിടെ ഗോഷ്യൻ ബ്ലർ മതിയാവും. അപ്പോൾ ഗോഷ്യൻ ബ്ലർ കൊടുത്തിട്ട് നമുക്ക് വേണ്ട രീതിക്ക് ബ്ലർനെസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. റേഡിയസ് ഇത് ഏകദേശം ഓക്കെയാണ്. ഇതേപോലെ തന്നെ നമ്മൾ കാറിൻ്റെ പുറകെയുള്ള ലോഗോവും നമ്മൾ ഇതേപോലെ ഒന്ന് ചെറുതായി ഇവിടെ കുറച്ച് ബ്ലർ കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ച് ചെറിയ ലോഗോ ആയതുകൊണ്ട് ഒത്തിരി ബ്ലർ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ വലിയ ലോഗോയും ഇതേപോലെ തന്നെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ മോശം ബ്ലറൊക്കെ വേണമെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിരിക്കും. അതിന് ഇതേപോലെ തന്നെ ഫിൽറ്ററിൽ പോവുക, ബ്ലറിൽ പോവുക, മോശം ബ്ലർ കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ കൊടുക്കാം. ഇതിൽ അത്ര ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ വിഷയമില്ല. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, വലിയ മാറ്റമൊന്നുമില്ല. ഓക്കെ, ഇനി ഇപ്പോൾ മറ്റേ പോസ്റ്ററുടെ ലുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ പിന്നെ എക്സ്ട്രാ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ കുറച്ച് കളർ കറക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഔട്ട് കിട്ടും. അത്രേ ഉള്ളൂ ഈ പോസ്റ്റർ ഉണ്ടാക്കാനുള്ള പ്രോസസ്സ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ, ഈ 911 ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ ബാക്കിൽ കണ്ടില്ലേ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അത് സിമ്പിളാണ്. നമുക്ക് ഈ കാറിൻ്റെ തന്നെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ നമ്മൾ ഈ 911-ൻ്റെ ലെയറിൻ്റെ അടുത്തോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് Ctrl+Alt+E അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് Ctrl+Alt+E അത് കൊടുത്താൽ വരേണ്ടതാണ്. ഓക്കെ, അതെന്തോ ക്രാക്ക് ആയതുകൊണ്ട് ചില ബഗ്ഗുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അത് വരുന്നില്ല. സോ ബേസിക്കലി നമ്മൾ ചെയ്യുന്ന ഇതാണ്. ആ ഒരു ആൾട്ട് അല്ലേ, Ctrl+Alt+E ഞെക്കിയാലാണ്. വെറും ആൾട്ട് നോക്കിക്കേ. ഇല്ല, എൻ്റെ വരുന്നില്ല. എന്റെ വേർഷൻ ഏതാ? 2019 കണ്ട. Ctrl+Alt+E ആണ്. അല്ലെങ്കിൽ ടെക്സ്റ്റ് ഒന്ന് സ്മാർട്ട് ഒബ്ജക്റ്റ് കൺവേർട്ട് ചെയ്തിട്ട് ഒന്ന് ആൾട്ട് നോക്കുക. വർക്കാവുന്നില്ല. ആൾട്ട് വർക്കാവുന്നില്ലല്ലേ? ആൾട്ട് മാത്രം ഇല്ല, വർക്കാവുന്നില്ല. എനിക്ക് ക്രിയേറ്റ് ക്ലിപ്പ് കൊടുത്താൽ പോരെ? സൈഡിൽ ക്രിയേറ്റ് ക്ലിപ്പ് കൊടുത്താൽ പോരെ? എന്നാ അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്താലും മതി. അതിന്റെ ഷോർട്ട് കട്ട് ആയിരുന്നു Ctrl+Alt+E. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിന്റെ അകത്ത് മാത്രമായിട്ട് നമ്മുടെ ഒബ്ജക്റ്റ് മാസ്ക് ആയിപ്പോയി, കണ്ടില്ലേ? എന്നിട്ട് നമ്മൾ ഫിൽറ്ററിൽ പോവാ, ലിക്വിഫൈയിൽ പോവാ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും റാൻഡം ആയിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഈ ഒരു സംഭവം ആ ടെക്സ്റ്റിൽ മാത്രമായിട്ട് മാസ്ക് ആയി പോകും. ഇപ്പൊ നമുക്ക് ആ കാറിന്റെ ഒബ്ജക്റ്റ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാവും. ഇതിൽ നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ ടെക്സ്റ്റിന്റെ അകത്ത് ഇങ്ങനെ ഒരു എഫക്റ്റ് വരും. അശ്വിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിട്ടാണോ റേസ് ചെയ്യേണ്ടത് അതോ എന്താടാ? അല്ലല്ല, അത് കൈ തട്ടി വന്നു നേരത്തെ. മൈക്കോണൊക്കെ കൈ തട്ടി വന്നു. ഓക്കെ ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു പോസ്റ്ററിന്റെ ഔട്ട്. കളർ ഗ്രേഡിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണോടാ ഗൗതമേ? ഇത് ഞാൻ ജസ്റ്റ് ലൈറ്റ് റൂമിലത്തെ ഒരു പ്രീസെറ്റ് ആണ് എടുത്തിട്ടത്. ജസ്റ്റ് വേണമെങ്കിൽ പറഞ്ഞു, മറ്റേ ക്യാമറ റോ ഫിൽറ്ററിനാണ് പറഞ്ഞു.
ക്യാമറ റോ ഫിൽറ്റർ. ഓക്കെ, ഇപ്പൊ ഞാനിത് ഈ ഒരു ഒബ്ജക്റ്റിന് നമുക്ക് ചെറിയൊരു ഗ്ലോ എഫക്റ്റ് കൊടുക്കാം, മറ്റേ പോസ്റ്ററിലുള്ള പോലെ തന്നെ. അപ്പോൾ ഇതൊന്ന് സേവ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സേവ് ചെയ്തിട്ട് JPEG ഫോർമാറ്റിൽ നമ്മൾ സേവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ സേവ് ചെയ്ത ഇമേജ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ബാക്കി അതിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെലക്ട് കളർ റേഞ്ച്, വാതിലടയ്ക്കണം, കളർ റേഞ്ച് കൊടുക്കുക. വൈറ്റ് മാത്രം നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യും. വൈറ്റ് സെലക്ട് ചെയ്ത് Ctrl+C Ctrl+V നിൽക്കുക. എന്നിട്ട് ഈ ഒരു ലെയറിലോട്ട് നമ്മൾ ചെറിയൊരു ബ്ലർ കൊടുക്കുമ്പോൾ ഒരു ഗ്ലോ എഫക്റ്റ് കിട്ടും. പിന്നെ നമ്മൾ ഈ സേവ് ചെയ്ത ഇമേജിൽ ഇപ്പോൾ ഇതെല്ലാം റെഡ് നമ്മൾ ചൂസ് ചെയ്ത കാരണം തന്നെ നമുക്ക് വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇനി കളർ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ജസ്റ്റ് ഹ്യൂവിൽ കളിച്ചാൽ മതി. ഇതുപോലെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ റെഡിൽ തന്നെ നിൽക്കാതായിരിക്കും കുറച്ചും കൂടെ രസം. ഓക്കെ, ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ട രീതിക്ക് ഏതെങ്കിലും പ്രീസെറ്റ്സ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ മറ്റേ പോസ്റ്ററിന് ഇത് ഒരു പ്രീസെറ്റ് എടുത്ത് അപ്ലൈ ചെയ്തതാണ്. സോ അത് നിങ്ങൾക്ക് വേണ്ട പ്രീസെറ്റ് ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ഇമേജിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ഔട്ട്പുട്ട് ഇതുപോലത്തെ ഒരു ഔട്ട്പുട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനുള്ള ഒരു സെക്ഷൻ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പൊ ചോദിച്ചു. നാളെ നമുക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ ഓഫ്ലൈൻ സെഷൻ നൈസായിട്ട് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലാസ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇതുവരെ കളക്ടറിന്റെ ഒന്നും വന്നിട്ടില്ല. ഈ ഓഫ്ലൈൻ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടോ ചേട്ടാ? ഓഫ്ലൈൻ സെഷൻ റെക്കോർഡ് ചെയ്യാലോ. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്താ പോരെ ചെയ്യുമ്പോ. ഞങ്ങളിപ്പം വീട്ടിൽ പോയി വരുന്നവരായതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഓഫ്ലൈൻ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഓഡിയോ ഐഫോണിൽ റെക്കോർഡ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ ഏട്ടാ, താങ്ക് യു. നോക്കട്ടെ കേട്ടോ, അത് കൺഫേം ചെയ്തിട്ട് പറയാം. ഓക്കെ. വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ലൈക്ക് ഈ പ്രോസസ്സ് മൊത്തം ഇത് മാക്സിമം ഇന്ന് തന്നെ യൂട്യൂബിൽ ഇടാവുമെന്ന് നോക്കാം, അല്ലെങ്കിൽ നാളെ ഇട്ടേക്കാം. സോ ഈ സെഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോസസ്സ് മനസ്സിലായാൽ ബേസിക്കലി ഫോട്ടോഷോപ്പിൻ്റെ ടൂൾസും ആ ഒരു ലൈക്ക് ലേ ഔട്ടും പ്രോസസ്സുകളും മനസ്സിലാക്കാൻ എന്നുള്ളതല്ലാണ്ട് ഇതുപോലെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. അത് ഓരോരുത്തർക്കും ഓരോ മെത്തഡാണല്ലോ. ഇതിപ്പോ ഈ ഒരു പോസ്റ്റർ ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചാണ്. നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ തന്നെ ക്രിയേറ്റീവ് ആയിട്ട് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുക.